ഗുണങ്ങളുണ്ട്. കാരണം നമ്മൾ ഇന്ന് കണ്ടുവരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അത് നല്ലതാണ്. ഒരു ദിവസം ഞാൻ തുടങ്ങുന്നത് ഇവിടുന്നാണ്. നമുക്ക് കിട്ടിയ ഒരു വണ്ടർഫുൾ ആയുള്ള ഒരു പ്രൊഡക്റ്റ്, കുറച്ചു കാലം നമുക്കത് കിട്ടാനുണ്ടായിരുന്നില്ല. സ്പഞ്ച് കേസർ കണ്ടായി, അടിപൊളി പ്രൊഡക്റ്റ്. ഒരു 2 ടീസ്പൂൺ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ഒരല്പം കുരുമുളക് പൊടിയും ഒരല്പം നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കഴിച്ചാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. കാര്യമായിട്ട് ത്രോട്ട് പ്രോബ്ലംസ് ഒന്നും വരില്ല. കാരണം ഇതിലെ ചേരുവകൾ അത്തരത്തിലുള്ളതാണ്. കാരണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് കുങ്കുമപ്പൂവ്. നമ്മൾ കുങ്കുമപ്പൂവിനെ കുറിച്ച് നമ്മൾ സ്ഥിരം പറയാറുണ്ട്. ഗർഭിണികൾക്ക് കുങ്കുമപ്പൂവ് പാലിലിട്ട് കൊടുത്താൽ കുട്ടികൾക്ക് നിറം വരുന്നുള്ളത്. നിറം വരും മാത്രമല്ല, വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ അത് ഏറ്റവും നല്ലതാണ്. ജലദോഷത്തിനും പനിക്കും ആസ്മയ്ക്കും അലർജിക്കും സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും അവരുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലത്തിനും സ്കിൻ ഡിസോർഡറുകൾക്കും ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന കുങ്കുമപ്പൂവ്. ഓഫ് കോഴ്സ് സ്കിന്നിന് നിറം കിട്ടുക സംശയമൊന്നുമില്ല. കാരണം ബ്ലഡ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ ബ്ലഡാണ് നമ്മുടെ ശരീരത്തിലെ 100 ട്രില്യൺ കോശങ്ങളിലും പാസ് ചെയ്യുന്നത്. ബ്ലഡ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ കോശങ്ങൾ നന്നാവും, ശരീരം നന്നാവും, ശരീരം നന്നായാൽ മൊത്തത്തിൽ നന്നാവും. അത്രയേ ഉള്ളൂ. ഇതിൽ രണ്ടാമത്തെ കണ്ടന്റ് ആണ് ബദാം. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. ബദാം എനിക്ക് തോന്നുന്നു നമ്മുടെ ന്യൂട്രിചാർട്ട് മെൻ ഓർ വുമണിൽ അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് പോഷകങ്ങളും ബദാമിലുണ്ട്. ആ ബദാമിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. പിന്നെയുള്ളതാണ് കസ്കസ്. നമ്മൾ അത്രയധികം കണ്ടുപരിചയമില്ലാത്ത എന്നാൽ ഈയിടെ അല്പം പ്രാധാന്യം കിട്ടി വരുന്ന ഒരു ഉൽപ്പന്നമാണ് കസ്കസ്. അതിന്റെ പ്രത്യേകത ഇറ്റ്സ് ദ ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. അതുപോലെ തന്നെ ഒരു ഇന്റേണൽ ക്ലെൻസിങ്ങിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ കിഡ്നി സ്റ്റോണിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലതാണ് കസ്കസ് ഉണ്ട്. അപ്പൊ കിഡ്നി സ്റ്റോണിലെ ആളുകൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഏറ്റവും നല്ലൊരു ആരോഗ്യ പാനീയമാണ്. രാവിലെ കഴിക്കാം. ചൂടുള്ള വെള്ളത്തിൽ പാലിൽ വേണമെങ്കിൽ കഴിക്കാം. നല്ല പാല് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പാലിൽ കഴിച്ചോളൂ. നിങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ചൂടുവെള്ളത്തിലാണ് കഴിക്കാറുള്ളത്. അപ്പൊ ഈ ഒരു ദിവസം ഇതുകൊണ്ടൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദ ഹോൾ ഡേ വിൽ ബി ഫ്രഷ്. പിന്നെയുള്ള കണ്ടന്റ് എന്താണ്? മത്തങ്കുരുവിൽ ഏറ്റവും കൂടുതൽ ഒമേഗ 3 കുറിച്ച് നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തെ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തതും എന്നാൽ ഭക്ഷണത്തിലൂടെ വേണ്ടത്ര അളവിൽ കിട്ടാത്തതുമായ ഒന്നാണ് ഒമേഗ 3. ആ ഒമേഗ 3 ധാരാളം മത്തങ്കുരുവിലുണ്ട്. ആ മത്തങ്കുരുവിന്റെ എക്സ്ട്രാക്ട് ഇതിലുണ്ട്. ആ മത്തങ്കുരുന്ന് എടുത്ത പ്രോട്ടീൻ നമ്മുടെ ഓൾപ്രോയിലുണ്ട്. നമുക്കറിയാം, അതും വണ്ടർഫുൾ ആയുള്ള റിസൾട്ട്. ഇതിൽ സിങ്ക് ധാരാളം ഉള്ളതുകൊണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികളിൽ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അത് വളരെ ഗുണം ചെയ്യും. അപ്പൊ മത്തങ്കുരുവിന്റെ മറ്റൊരു പ്രത്യേകത, അതൊരു മൗത്ത് അൾസറിനെ മാറ്റാൻ നല്ലതാണ്. വായ്പുണ്ണൊക്കെ വരുന്ന ആളുകൾക്ക് ഇത് റെഗുലർലി കഴിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ല റിസൾട്ട് കിട്ടും. പിന്നെ പെരിഞ്ജീരകത്തിന്റെ സത്തുണ്ട്. പെരിഞ്ജീരകം നമുക്കറിയാം തൊണ്ടയ്ക്ക് നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്. പിന്നെ ഏലക്കായ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ, രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഘടകങ്ങൾ അതിലുണ്ട്. ഡൈജസ്റ്റീവ് പ്രോബ്ലം, അതുപോലെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന അൾസറിനൊക്കെ പ്രതിരോധിക്കാൻ നല്ലത്. കശുവണ്ടി പരിപ്പ്, പിസ്ത തുടങ്ങി ഒരുപാട് ചേരുവകൾ ചേർത്തുണ്ടാക്കിയ ഈ ഒരു പ്രൊഡക്റ്റിലൂടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നു, ഇത് കഴിക്കുന്നു, ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് കഴിക്കുന്നു. ഇങ്ങനെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് ഉണ്ട്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ